ഹലോ, നമ്മളിന്നൊരു പൊതി കെട്ടാൻ പോവാന്നേ. അതിന് വേണ്ടിയിട്ട് വാഴയിലേക്ക് വാട്ടിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ചോറ് വിളമ്പുവാണേ. ചോറ് കാണുമ്പോൾ പേടിക്കണ്ട, ഇതൊരു 2-3 പേർക്കുള്ള പൊതിയാട്ടോ. അപ്പം നമ്മൾ തോരൻ വെച്ചു, നാരങ്ങ അച്ചാർ വെച്ചു, പയറ് മെഴുക്കുവരട്ടി വെച്ചു, പിന്നെ മീൻ വറുത്തതും കൂടി വെച്ച് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചമ്മന്തി ഉണ്ട്. ചമ്മന്തി നമ്മൾ ചോറിൻ്റെ കൂടെ തന്നെ കേട്ടോ വെക്കുന്നത്. ബാക്കിയെല്ലാം കൂടെ ചോറിനകത്ത് വെച്ചാൽ പൊതിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളിതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ മീൻ നമ്മൾ പൊതിഞ്ഞെടുത്തു. അടുത്തത് നമ്മൾ തോരൻ പൊതിഞ്ഞെടുത്തേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഴുക്കോട്ടയൊക്കെ പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഈ ഇലയിൽ വെക്കുന്നതിനെക്കാട്ടിൽ എനിക്കിഷ്ടം ഈ പൊതിയുടെ കൂടെ തന്നെ ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് വലിയ പൊതി ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വെച്ചാൽ പൊതി നന്നായിട്ട് വൃത്തിക്ക് പൊതിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇല പെട്ടെന്ന് പൊട്ടിപ്പോകും. ഓൾറെഡി നമ്മളിതെടുത്തപ്പം നമ്മൾ ചോറ് ഇത്ര ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇല ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള പൊതികളൊക്കെ പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ചോറ് ഒതുക്കി ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒതുക്കി പൊതിഞ്ഞ് ചെറിയൊരു പൊതിയാക്കാൻ വേണ്ടിയിട്ടാട്ടോ ശ്രമിക്കുന്നത്. പക്ഷേ എന്തായാലും ഇല ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേ പോകുന്നുണ്ട് ചോറ്. പിന്നെ നമ്മൾ കുറച്ച് ഇല വേറെ എടുത്തത് ബാലൻസ് ഉണ്ടായിരുന്നത് വെച്ചിട്ട് വാട്ടി അവിടോട്ട് വെച്ചിട്ട് നമ്മൾ പേപ്പർ വെച്ച് പൊതിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വാഴയിലെ പൊതിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കി കറികളെല്ലാം കൂടെ നമ്മൾ സെപ്പറേറ്റ് വേറൊരു പേപ്പറിൽ വെച്ച് പൊതിഞ്ഞു കേട്ടോ. അത് നമുക്കിത് കൊടുത്തു വിടാവേ.